അമ്മേ, എന്താടാ? അമ്മ എന്നോടാണെങ്കിൽ ഒരു ചേട്ടൻ പറഞ്ഞേ കുറച്ച് അങ്ങായിട്ടാണെങ്കിൽ ഒരു മാവുണ്ട്, അതിൻ്റെ അകത്ത് നല്ല പഴുത്ത മാങ്ങ. ഞങ്ങൾ എല്ലാവരും കൂടെ പറിക്കാൻ പോട്ടെ. ഞാനും മിന്നും ചിഞ്ചും പിന്നെ അപ്പും കൂടെ എല്ലാവരും പൊക്കോട്ടെ. പൊക്കോ മക്കളെ. എടി അഞ്ജലി, അതാരാ എന്നെ വിളിക്കുന്നേ? ആരാ? എടി രമയാടി. ചേച്ചിയായിരുന്നു. എന്താ ചേച്ചി കാര്യം? ഒരു കാര്യമില്ല, ചുമ്മാ വന്നത് ഇങ്ങോട്ട്. വീട്ടിലാണെങ്കിലേ മക്കള് പറഞ്ഞു ബോറടിക്കുന്നെന്ന്. അതുകൊണ്ട് മണിക്കുട്ടന്റെ മിന്നുന്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും കൂടെ വന്നത്. പിന്നെ വീട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു. എടാ അപ്പു, ഞാനും മിന്നുവാണ് അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. എന്തോ കാര്യത്തിനാ വരുന്നത്? എടാ ഒരു ചേട്ടനാണ് എന്നോട് പറഞ്ഞേ കുറച്ച് ദൂരെയായിട്ടാണെങ്കിൽ ഒരു മാവുണ്ടെന്ന്, അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു. നമുക്കത് പോയി പറിച്ചിട്ട് വരാം. എനിക്കാണെങ്കിൽ വഴിയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ആ ചേട്ടൻ. അന്ന് നമുക്ക് ഇപ്പൊ തന്നെ പോവാ. അമ്മ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ. ഹായ്, എന്ത് രസമായി മാവ് കാണാൻ. ഇഷ്ടം പോലെ മാങ്ങ നിൽക്കുന്നടാ. ആ ശരിയടാ, നിറച്ച് മാങ്ങ. നമുക്കിത് പറിക്കാൻ മൊത്തം. എടാ അതെന്താടോ ഒരു അലർന്ന സൗണ്ട് കേൾക്കുന്ന? ആരാണ്ട്? എനിക്ക് കണ്ണും കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 4 പേര് സാറിന് ഇവിടെ ഒറ്റ ഒരാൾ പോലും വരാത്തത്. ഒരാളെ തന്നെ തിന്നാൽ എനിക്ക് വയറ് നിറയും. അതുകൊണ്ട് ബാക്കി 3 ദിവസത്തേക്കുണ്ട് ഇനി. നിന്നെയൊക്കെ പിടിച്ച് തിന്നോളാ ഞാൻ. അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഇപ്പൊ കൊന്നു തിന്നണ്ട. കുറച്ചു മുമ്പ് ഞാനാണെങ്കിൽ ഒരു പുലിയെ പിടിച്ച് തിന്നതേ ഉള്ളൂ. ബാക്കി ജീവനോടെ ഇരിക്കട്ടെ 4 എണ്ണം. നാളെ കഴിക്കുക ഒരെണ്ണത്തിന്, പിന്നെ മറ്റന്നാൾ ഒരെണ്ണം, പിന്നെ ഒത്തിരി ദിവസത്തേക്കുണ്ടല്ലോ എനിക്കിത് മൊത്തം. എന്തായാലും ജീവനോടെ പിടിച്ച് കൊണ്ട് കെട്ടിയിടാം എന്റെ ഗുഹയെ കൊണ്ട്. ചേച്ചി ഇതുവരെ മക്കളെ കാണുന്നില്ലല്ലോ. എത്ര നേരമായി പോയിട്ട്? അവരെങ്ങോട്ട് പോയെന്ന് നമ്മളോട് പറഞ്ഞത് പോലും ഇല്ലല്ലോ. ചേച്ചി, ഞാനാണെങ്കിൽ അവര് പറഞ്ഞു കേട്ടെ, തക്കാളിക്കവന് അങ്ങോട്ട് വലത്തോട്ട് പോയിട്ട് ഇടത്തോട്ട് വന്നൊരു വഴിക്കാണ് അത് നിൽക്കുന്നതെന്ന് അവര് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോവാം. ബാ. അയ്യോ, അവരിവിടെ ഒന്നും കാണാനില്ലല്ലോ. അയ്യോ, ഇത് നമ്മളുടെ മിന്നു പറയുന്ന സൗണ്ട് അല്ലേ കേൾക്കുന്നേ? ചേച്ചി കണ്ട അങ്ങൊരു ഗുഹ നിൽക്കുന്നു. അവിടുന്നാണല്ലോ സൗണ്ട് കേൾക്കുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം. ഗുഹ? ശരിയാണല്ലോ നീ പറഞ്ഞ അങ്ങൊരു ഗുഹ. മക്കളെ, നിങ്ങളെന്തിനാ ഇവിടെ വന്നേ? അമ്മ, ഞങ്ങളാണെങ്കിൽ മാങ്ങ പറിക്കാൻ പോയപ്പോഴേ ഞങ്ങളാണെങ്കിൽ ഒരു രാക്ഷസൻ പിടിച്ചോണ്ട് വന്ന് ഇവിടെ വന്ന്. ആ രാക്ഷസനാണെങ്കിൽ കിടന്ന് ഉറങ്ങുവാ. രാക്ഷസനോ? ആരാടാ എന്റെ കോട്ടം കയറിയേ? അയ്യോ അമ്മേ, ഓടി രക്ഷപ്പെട്ടു. ഞാൻ അറിയാതെ തുമ്മിപ്പോയി. ആഹാ, നിങ്ങൾ ഇവരെ രക്ഷിക്കാൻ വന്നതല്ലേ? അയ്യോ മക്കളെ, നിങ്ങൾ എല്ലാവരും ഓടിക്കോ. നിക്കടാ അവിടെ, നിന്നെയൊക്കെ ഞാൻ പിടിക്കൂടാ. എന്റെ പൊന്നെ, എങ്ങനെയല്ലേ ഒന്ന് രക്ഷപ്പെട്ടു. അയ്യോ അമ്മ, രാക്ഷസൻ. എന്റെ ഒരു വലിയ വടി ഇരിപ്പുണ്ട്, തലക്കിട്ടേം കൊടുക്കും രാക്ഷസന്റെ. ഇന്നാ പിടിച്ചോ. അയ്യോ, തലമുണ്ട തല്ലിപ്പൊട്ടിക്കുന്നേ. ഓടിക്കോ, ചത്തേ ഞാൻ. രക്ഷപ്പെട്ട്.